പ്രഖ്യാപനത്തെക്കുറിച്ച് ശ്രീ എ പ്രദീപ് കുമാർ അവതരിപ്പിച്ച നന്ദിപ്രമേയത്തെ ഞാൻ പിന്താങ്ങുകയാണ് സർ. ഞാൻ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ പരാമർശിച്ച കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഒത്തിരി ഉണ്ടെങ്കിൽ അതിലേക്കൊന്നും കടക്കുന്നില്ല സമയക്കുറവ്. സർ, ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ IAS-കാരുടെ കാര്യങ്ങളെ സംബന്ധിച്ചും അവരുടെ യോജിപ്പിനെ സംബന്ധിച്ചും അവരുടെ ഒരു വിശ്വാസത്തിലെടുക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം അദ്ദേഹം നല്ല ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് സർ. പക്ഷെ അത് പറയുമ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷം അങ്ങ് ഓർക്കുന്നുണ്ടാവും എന്ന് തോന്നുന്നു. അദ്ദേഹം ഈ സഭയിൽ ഉണ്ടായിരുന്നു. 2014 ജൂൺ 20 ശ്രീ മാത്യു ടി തോമസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ഭരണസ്തംഭനത്തെക്കുറിച്ചായിരുന്നു സർ. അതിന് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി നൽകിയ മറുപടി ഞാൻ വായിക്കും. അത് അവതരിപ്പിക്കുന്ന സഭയില്ലാത്തതുകൊണ്ട് സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥർക്കിടയിലെ ചേരിതിരിവ് കാരണം ഭരണസ്തംഭനം നിലനിൽക്കുന്നുവെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്തയെക്കുറിച്ച് അന്വേഷിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉത്തരവാദിത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യവും പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാനും മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുമായ ശ്രീ KM ചന്ദ്രശേഖരനോട് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥർക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ സാധ്യതയില്ല. IAS ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ കസേര എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാമ്പര നടന്ന കാലഘട്ടമാണ് പിന്നിട്ട് പോയെന്ന് നിങ്ങൾ മറന്നുപോയത്. ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരന്റെ ഉപദേശത്തെ ഒന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ അക്കാലത്ത് നടന്ന സംഭവങ്ങൾ ചെറുതായിരുന്നില്ല. ചീഫ് സെക്രട്ടറിയും ഉദ്യോഗസ്ഥന്മാരും എല്ലാം തമ്മിൽ അവിടെ നിന്ന് കുറച്ച് കൊണ്ടുവരുന്ന ആ ശീലം അവരിലുള്ളത് കുറച്ചു കൊണ്ടുവരാനുള്ള ഇടപെടലാണ് നടക്കുന്നതെന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചുള്ളൂ. പിന്നെ അദ്ദേഹം ഈ BJPക്കെതിരായിട്ടുള്ള സമരത്തിലൊക്കെ കോൺഗ്രസ് വഹിച്ച പങ്കിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഊറ്റം കൊണ്ടൊക്കെ പറയുന്നത് വാസ്തവത്തിൽ വന്ന് അണ്ടകടാഹം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന ഒരു പാർട്ടിയാണ്. 540 പാർലമെന്റ് സീറ്റുകളിൽ 440 വരെ 4-3 ഭൂരിപക്ഷം വരെ ഒരു കാലത്തുണ്ടായിരുന്ന പാർട്ടിയുടെ ഇന്നത്തെ സീറ്റ് 44ആണ്. രാഹുൽ ഗാന്ധിയുടെ പ്രായം 44. രാഹുൽ ഗാന്ധിയുടെ പ്രായം ഞാൻ പറയാം, ഞാൻ വഴങ്ങുന്നില്ല. പ്ലീസ് രാഹുൽ ഗാന്ധിയുടെ പ്രായം 44. കോൺഗ്രസിന് ഇന്ത്യൻ പാർലമെന്റിലുള്ള സീറ്റിന്റെ എണ്ണം 44. ഈ നിലയിലേക്ക് എത്തി എന്നുള്ള വിവരം നിങ്ങൾ BJPയുടെ B ടീമായി മാറിയത് കൊണ്ടുണ്ടാകുന്ന ദുരവസ്ഥ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. BJPക്ക് എതിരായി നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നേരത്തെ നമ്മുടെ 1 രൂപയ്ക്ക് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി 1 രൂപയ്ക്ക് പുതുകമ്പോളത്തിൽ അരി കൊടുത്തു എന്ന് പറഞ്ഞതാണ് ബലറാം. ഈ ബലറാമിന് ബഡായി ബലറാം എന്ന് വല്ലൊരു പേരിട്ടാൽ ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. അതേ ഇവിടെ RSSന്റെ മുഖപത്രം കേസരി ഒരു ഇതെഴുതി, മഹാത്മാഗാന്ധി അല്ലായിരുന്നു വെടിവെച്ച് കൊല്ലേണ്ടിയിരുന്നത്, നെഹ്റുവിനെയാണ് കൊല്ലേണ്ടിയിരുന്നെന്ന് പറഞ്ഞ് മുഖപ്രസംഗം എഴുതി 1 മണിക്കൂർ ഉപവസിക്കാൻ ഈ കേരളത്തിൽ ഒരൊറ്റ കോൺഗ്രസ്സുകാരനെ കിട്ടിയോ? എന്നിട്ടാണ് പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ എന്തല്ല. പിന്നെ നമ്മുടെ ഉമർ സാഹിബ് അത് പുള്ളി പറഞ്ഞു പോയി. പുള്ളി എന്തെല്ലാമാണ് ഒത്തൊരുമയെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഒത്തൊരുമയെക്കുറിച്ച് ഇപ്പൊ UDFലെ ഘടകകക്ഷികളെല്ലാം അതേപടി ഉണ്ടോ? മാണി സാർ എവിടെയാ? UDFൽ ഉണ്ടോ ഇപ്പോ? അതുപോലെ തന്നെ UDFന് ശക്തി പോരാന്നാണ് KP മജീദ് സാഹിബിന്റെ അഭിപ്രായം. ശക്തി പോരാ. ശക്തി വന്നോ? സമരം നടത്താൻ കോൺഗ്രസിന് കഴിയത്തില്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇപ്പൊ ഇതൊക്കെ ഉമ്മർ സാഹിബ് ഇതൊക്കെ ഉറച്ചു വെക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി. പകല് കോൺഗ്രസ്, രാത്രി RSS എന്ന് ബഹുമാനപ്പെട്ട AK സാറിനെ കൊണ്ട് പറയിപ്പിച്ചത് എന്താ കാര്യം? അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? സാർ എന്റെ സമയം തരാം സാർ. എന്താ പോയിന്റ് ഓഫ് ഓർഡർ പറയൂ സാർ. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സംസാരിച്ചപ്പോൾ ശ്രീ AK ആന്റണി പകല് കോൺഗ്രസും രാത്രി RSS എന്ന് പറഞ്ഞു എന്നാണ്. സാർ, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. ശ്രീ AK ആന്റണിയെ പോലെ ഒരു മുൻ മുഖ്യമന്ത്രിയെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് തെറ്റായി ഇവിടെ ഉദ്ധരിക്കുന്നത് ഓർഡറിലാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി യോഗത്തിൽ ആരിഫ് ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടി യോഗത്തിൽ ശ്രീ AK ആന്റണി ആരിഫ് കേട്ടിട്ടില്ലല്ലോ. വളരെ അസംബന്ധം. പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. സാർ, ഇവിടെ പറഞ്ഞത് മുഴുവൻ ഞങ്ങളുടെ യോഗങ്ങളിൽ പറഞ്ഞെന്നോ ഞങ്ങൾ ആലോചിച്ചെന്നോ ചർച്ച ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത്. അതെല്ലാം പറഞ്ഞു. ഇവിടെ പത്രങ്ങളിൽ വന്ന കാര്യമാണ് ഇവിടെ പലരും ചർച്ച ചെയ്തത്. ഞാനും പത്രങ്ങൾ വായിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ എന്തായാലും അത്തരം അഭിപ്രായം വന്നു എന്ന് പറയുകയും അദ്ദേഹം അത് നിഷേധിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് നിഷേധിച്ചിട്ടില്ല. അക്കാര്യത്തിലുള്ള അതിനെക്കുറിച്ച് എന്താ ഉമ്മർ സാഹിബിന്റെ അഭിപ്രായം? അപ്പൊ എന്തായാലും ഞങ്ങളുടെ വഴി നോക്കി പോകുമെന്ന് ലീഗ് പറഞ്ഞില്ലേ? അതേക്കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പൊ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ പെട്ടിരിക്കുന്ന ആളുകൾ ഒത്തൊരുമയെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ക്ലാസ്സിലെടുക്കാൻ വരുന്ന കാണുമ്പോൾ വളരെ സഹതാപമാണ് സാർ തോന്നിക്കുന്നത്. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല സാർ. എന്തായാലും നമ്മുടെ ഇവിടെ പിന്നെ ഉമർ സാഹിബ് ക്ലോസറ്റിൽ പിന്നെ കൊച്ചു പ്രസവിച്ചതിനെ കുറിച്ചാണ്. 3/9/2015 വയനാട് കൽപ്പറ്റ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ച ആദിവാസി യുവതി അനിത യാത്രയെ മധ്യേ 3 ഘട്ടങ്ങളിലായി 3 കുട്ടികളെ പ്രസവിച്ചു. 3 കുട്ടികളും മരണപ്പെട്ടു 2015. അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതല്ല ഞാൻ പറഞ്ഞത്, യാത്രക്കിടയിൽ ആംബുലൻസ് അകത്തും കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലുമാണ് പ്രസവിച്ചത്. മന്ത്രിയായിരുന്ന ജയലക്ഷ്മിയുടെ മണ്ഡലത്തിലാണ് ഈ നടന്നത്. ഞാൻ പറഞ്ഞത് ആദിവാസിയുടെ വകുപ്പിന്റെ ചുമതല വഹിച്ച മന്ത്രിയുടെ സമയത്ത് ഇതൊക്കെ പെരിപ്പിച്ച് ഇങ്ങോട്ട് പറയുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ പറയരുത്. നിങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളെ നിസ്സാരമായി കാണുന്നില്ല. പക്ഷേ അതെല്ലാം വലിയൊരു ഗവൺമെന്റിന്റെ ബോധപൂർവമായ വീഴ്ചയാണ് എന്ന നിലയിലേക്ക് അവതരിപ്പിക്കരുത്. അതേ പറഞ്ഞുള്ളൂ. പിന്നെ എന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് സ്ത്രീ പീഡനങ്ങളുടെ കഥയും കാര്യങ്ങളും എല്ലാം പറഞ്ഞിവിടെ ഭയങ്കര പിടുത്തൊക്കെയായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് 16/2/2016 ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസ് വകുപ്പ് മന്ത്രി നക്ഷത്ര ചിഹ്നമിടാത്ത 1945 നമ്പർ ചോദ്യം ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം സംസ്ഥാനത്താകെ എത്ര സ്ത്രീ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് വർഷം, ജില്ല ഇവ തിരിച്ച് കണക്ക് ലഭ്യമാക്കാമോ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നൽകിയ മറുപടി, ഈ സർക്കാർ അധികാരമേറ്റ ശേഷം സംസ്ഥാനത്താകെ 61,867 സ്ത്രീ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 61,867 സ്ത്രീ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വർഷം ജില്ലയിലുണ്ട്. ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം 70,458, ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം 1,563. ഇത്രയും സംഭവങ്ങൾ നടത്തിച്ചാണ് സാർ. ഇതെല്ലാം നിങ്ങൾ നടത്തിച്ചത് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ പറയുമ്പോ ഒരു മര്യാദ വേണം. പിന്നെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഇവിടെ വലിയ ഗുണ്ടാക്രമണങ്ങളെ കുറിച്ചാണ്. ഗുണ്ടാക്രമണം ഇപ്പോഴും കാണാണ്ട് സംഭവിച്ചു. 9 മാസങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ ഗുണ്ടകൾ പൊട്ടിപ്പുറപ്പെട്ടത്. അതിനു മുമ്പ് ഗുണ്ടകളില്ലാത്തൊരു നാടായിരുന്നു കേരളം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ 24/2/2016 ഈ സഭയ്ക്ക് നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട അന്നത്തെ നമ്മുടെ MLA ആയിരുന്ന സഖാവ് KS സലീഗ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. ആ ചോദ്യം ഉത്തരവായിരിക്കുന്ന സഭയില്ലാത്തതുണ്ട്. ഈ സർക്കാർ കാലയളവിൽ നാളിതുവരെ കൊട്ടേഷൻ സംഘങ്ങളുടെ ആക്രമണം സംബന്ധിച്ച് 21 കേസുകളും അനധികൃത മണൽക്കടത്ത് സംബന്ധിച്ച് 25,897 കേസുകളും പെൺവാണിഭ സംബന്ധിച്ച് 43 കേസുകളും അനധികൃത കോറി നടത്തിപ്പ് സംബന്ധിച്ച് 156 കേസുകളും സ്പിരിറ്റ് വിപണനം സംബന്ധിച്ച് 53 കേസുകളും തുടങ്ങി ഇങ്ങനെ കേസുകളുടെ പട്ടിക ഇങ്ങനെ നീണ്ട് വരികയാണ് സാർ. അങ്ങനെ കൊട്ടേഷൻ സംഘങ്ങളുടെ ആക്രമണത്തിൽ 6 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആക്രമണത്തിൽ 54 പേരും ഈ സർക്കാരിന്റെ കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സാർ കണക്കുകൾ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി ഉദ്യോഗസ്ഥന്മാരുടെ ഇവിടെയൊക്കെ പറയുന്നതിൽ ആരാണ് ഉപദേശിക്കുക നൽകുന്ന കേട്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാർ സലിം രാജ് ഉൾപ്പെടെയുള്ളവരെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല നൽകിയ മറുപടിയാണ്. ഇങ്ങനെ കൊട്ടേഷൻ സംഘങ്ങളെ മുഴുവൻ വളർത്തി വലുതാക്കി അതിനെല്ലാം പർവ്വത സമാനമാക്കി വെച്ചിട്ട് നിങ്ങൾ പോയിട്ട് 9 മാസങ്ങളെ കൊണ്ട് എന്ത് പിടിച്ചില്ല, എന്ത് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനെല്ലാം ഉള്ള മറുപടിയാണ് സാർ ഒന്നൊന്നായി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിഷമം ഞങ്ങൾ പ്രമുഖ നടിയെ ആക്രമിച്ച ആളെ പിടിച്ചതിലുള്ള വിഷമമാണെന്ന് നിങ്ങളുടെ വിലാപം കണ്ടാൽ അറിയാം സാർ. നിങ്ങളുടെ ഈ വിഷമം കണ്ടാൽ അറിയാം. പിന്നെ നിങ്ങളിവിടെ നമ്മുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്ത് ചെയ്തു ചെയ്തില്ല എന്നൊക്കെ ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ നേരത്തെ പറയുന്നത് കേട്ടു. സാർ ഒരുപാട് കാര്യമൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം നോട്ട് പ്രതിസന്ധി. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാർ. അങ്ങ് പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടിരുന്നില്ലേ? ഞങ്ങള് നോട്ട് പ്രതിസന്ധി ഉണ്ടായ സന്ദർഭത്തിലും നിങ്ങളുണ്ടാക്കി വെച്ച കടബാധ്യത പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് ഈ സംസ്ഥാനം ഇന്ത്യക്കാകെ മാതൃകയായിക്കൊണ്ടാണ് ആദ്യം വെളിയിട വിസർജ്ജ വിമുക്ത സംസ്ഥാനമായി മാറി പ്രഖ്യാപിച്ചത്. കേന്ദ്ര സർക്കാർ നൽകിയ തുകയ്ക്ക് പുറമെ സംസ്ഥാന സർക്കാരും കൂടി സമാഹരിച്ചു നൽകിയ പണം കൂടി ചേർത്താണ് അവിടെ എത്തിയത്. ശ്രീ K മുരളീധരന്റെ മണ്ഡലം ഉൾപ്പെടെ ഈ മാർച്ച് 31 എത്തുമ്പോൾ സമ്പൂർണ്ണ വൈദ്യുതീകരണ മണ്ഡലമായി സംസ്ഥാനം പ്രഖ്യാപിക്കപ്പെടും. എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും
കേക്ക് ഇങ്ങനെ നിങ്ങൾ ക്ഷമ കേൾക്ക്. ഇതൊക്കെ വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന് വരികയാണോ സാർ? ഇതൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നാണോ? ഈ സർക്കാരിന്റെ ശ്രമഫലമായിട്ടാണ്. അങ്ങ് പറയരുത്, അങ്ങനെ എനിക്ക് മറുപടി ഉണ്ട്. അങ്ങ് അങ്ങ് പറയരുത്. അല്ലല്ല, ഇരിക്കത്തില്ല. ഇല്ലില്ല ഇല്ലില്ല ഇല്ലില്ല. അങ്ങയുടെ കാര്യം പറയുമ്പോ സാർ വഴങ്ങുന്നില്ല, അദ്ദേഹം വഴങ്ങുന്നില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്. സാർ അങ്ങയുടെ കാര്യം പറയുമ്പോഴാണ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പറയാനൊരു കാര്യം വെച്ചിരുന്നു. അങ്ങ് എഴുന്നേറ്റ് നന്നായി. അങ്ങയുടെ കാലം, അങ്ങ് രാവിലെ ഇന്ന് ഇവിടെ അടിയന്തരപ്രമേയം അവതരിപ്പിച്ച ആളാണല്ലോ. അങ്ങയുടെ കാലത്താലും ഞാൻ നോക്കിയപ്പോ സഭാരേഖയിൽ കിടക്കുന്ന രേഖകൾ നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നോക്കിയപ്പോഴാണ് അങ്ങ് 11 മാസമേ ഇരുന്നുള്ളൂ. ഉള്ള സമയം കൊണ്ട് കൊലപാതകം 317, കൊലപാതക ശ്രമം 441, ബലാത്സംഗം 1055, സ്ത്രീപീഡന മരണം 23, ലൈംഗിക അതിക്രമങ്ങളുടെയും റേപ്പ് വിത്ത് മർഡർ 354 സഭാരേഖകൾ ഞാൻ ഉദ്ധരിക്കുന്നത്. 50,000 റേപ്പ്. അങ്ങിവിടെ ഏതൊക്കെയോ സ്ത്രീകളുടെയൊക്കെ പേര് പറഞ്ഞ് അങ്ങ് വലിയ കൊട്ടിഘോഷിച്ച് കയറിയല്ലോ. അങ്ങ് ലൈംഗികാതിക്രമങ്ങളുടെ എണ്ണം, റേപ്പ് വിത്ത് മർഡർ 354 IPC, 550 IPC എല്ലാം കൂടെ ചേർത്ത് 55,226. ഇങ്ങനെ ലൈംഗിക അതിക്രമങ്ങളുടെ മരണം 3, കൊള്ള ഡെക്കോയിറ്റി 267, മോഷണം 6,397. ഇതെല്ലാം അങ്ങയുടെ 11 മാസം കൊണ്ടാ. ആദ്യത്തെ 11 മാസത്തെ റെക്കോർഡാ. ഇനിയിപ്പോൾ അത് അങ്ങ് വിഷമിക്കരുത്. അങ്ങയുടെ തുടർച്ചക്കാരനായി വന്ന ഉമ്മൻചാണ്ടി ഇരുന്നപ്പോ 1.5 കൊല്ലം. ആ 1.5 കൊല്ലം സഭാരേഖയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വിഷമിക്കാതെ പറഞ്ഞ് കേൾപ്പിക്കാം. അപ്പൊ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഇരുന്നപ്പോ കേട്ടോ, അങ്ങ് 1.5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി എത്തിച്ചതാണ്. കൊലപാതകം 626 അങ്ങയുടെ ഡബിളാക്കി. കൊലപാതക ശ്രമം 940 2ഇരട്ടിയാക്കി. ബലാത്സംഗം വിട്ടുകൊടുത്തിട്ടില്ല 1905. സ്ത്രീപീഡന മരണം 36 അങ്ങേ 3 ഇരട്ടിയാക്കി. സാർ ഞാൻ പറയുന്നത് സാർ എന്നെ അനുവദിക്കുക സാർ. പോയിന്റ് ഓഫ് ഓർഡർ. സമയം തരാം. പോയിന്റ് ഓഫ് ഓർഡർ. സാർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പോയിന്റ് ഓഫ് ഓർഡർ കഴിയട്ടെ. അതെ സാർ, ഇവിടെ നിയമസഭാ രേഖകൾ എന്ന് പറഞ്ഞ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്ന വസ്തുതയ്ക്ക് വിരുദ്ധമാണ്. 11 മാസമല്ല, ഞാൻ 21 മാസം തന്നെ കേരളത്തിൽ ആഭ്യന്തര മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അതവിടെ ഇരിക്കട്ടെ. സാർ, രേഖകൾ വെച്ച് നോക്കുമ്പോ പോയിന്റ് ഓഫ് ഓർഡർ അത് ഞാൻ വെച്ചത് തെറ്റാ. അതാ ഞാൻ ആദ്യത്തെ പോയിന്റ് തന്നെ പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇത് 307 അനുസരിച്ച് അങ്ങ് എക്സ്പെൻഡ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാണ്. അദ്ദേഹം വളരെ അബദ്ധജടിലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സഭാരേഖകൾക്കും നമ്മുടെ യാഥാർത്ഥ്യങ്ങൾക്കും പൊരുത്തപ്പെടുന്നതല്ല. അതുകൊണ്ട് അത് സഭാരേഖയിൽ നിന്ന് മാറ്റണം. മാത്രമല്ല, ആളുകളെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള നടപടിയും ഉണ്ടാകും. പരിശോധിച്ച് നടപടി സ്വീകരിക്കാം. ഭരണഘടന പഠിപ്പിച്ച CD ബാക്കിയുള്ള മാസത്തെ പിന്നെ ആളുടെ കയ്യിലുണ്ട്. അതും കൂടി വെക്കാം. ശ്രീ ആരിഫ് ഞാന് അങ്ങേക്ക് മേശപ്പുറത്ത് വെക്കണോ? ക്രൈം റെക്കോർഡ്സ് ഹാജരാക്കാം. മേശപ്പുറത്ത് വെക്കാം. അദ്ദേഹം ഈ മേശപ്പുറത്ത് വെക്കാൻ തയ്യാറാണ്. അദ്ദേഹം മേശപ്പുറത്ത് വെക്കാൻ തയ്യാറാണ്. അങ്ങേക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ അങ്ങേക്ക് അവകാശം എങ്ങനെ കൊടുക്കാം മറുപടി തന്ന ആൾക്കാർക്ക്? പ്ലീസ്. ഇല്ല. ശ്രീ ആരിഫ് മേശപ്പുറത്ത് വെക്കാൻ തയ്യാറാണ്. അതിന് അനുവദിച്ചിരിക്കുന്നു. സാർ ഞാനിത് മേശപ്പുറത്ത് വെക്കുകയാണ് സാർ. സാർ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇതെല്ലാം സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് സകലമാണ് നമ്മുടെ മുഴുവൻ കൊള്ളസംഘങ്ങളെയും തുറന്നു വിട്ടേച്ച് ഇപ്പൊ ചോദിക്കുകയാണ് 9 മാസക്കാലം കൊണ്ട് എന്തേ പിടിച്ചില്ല, എല്ലാം പിടിക്കുന്നതായിട്ട് എന്തേ പിടിക്കാഞ്ഞെന്ന്. ഇങ്ങനെയുള്ള മര്യാദകൾ ചോദിക്കാവോ സാർ? കുറച്ച് സമയം തരാൻ പാടില്ലേ? എല്ലാവരും അതല്ലേ ചോദിക്കുന്നത്. നിങ്ങളൊരു കാരണം ഞങ്ങൾ 2006 വരുമ്പോഴും ഇത് തന്നെയായിരുന്നു സ്ഥിതി. 2006 വരുമ്പോഴും ഇത് തന്നെയായിരുന്നു. പക്ഷേ 2010 എത്തിയപ്പോൾ
പ്രണാബ് കുമാർ മുഖർജി അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രമസമാധാന പരിപാലനത്തിലുള്ള അവാർഡ് സംസ്ഥാന സർക്കാരിന്റെ സഖാവ് കോടിയേരി ബാലകൃഷ്ണന് ഡൽഹിയിൽ വെച്ച് ശ്രീ പ്രണാബ് കുമാർ മുഖർജി കൊടുത്തിട്ട് പറഞ്ഞു ഇന്ത്യയിലെ ഒന്നാമത്തെ സ്റ്റേറ്റ് കേരളം. ആ അവാർഡുണ്ട് സാർ ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങളിപ്പോ കയറിയതേ ഉള്ളൂ. നിങ്ങൾ കേന്ദ്രം 4 കൊല്ലം ഞങ്ങൾ അത്തോടെ അവിടെ കെട്ടിച്ചു തരും. അതിനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് സാർ. അതാണ് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പ്രതിയെ കിട്ടിയില്ല, പിടിച്ചില്ല, തെളിവ് നശിപ്പിക്കുന്ന സംഘത്തെ അഴിച്ചുവിടുക, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പിന്നെ നമ്മുടെ ഈ അരിപ്രശ്നം ഇവിടെ വല്ലാതെ പറയുന്നുകൊണ്ടാണ്. ഈ അരിപ്രശ്നം പറയുമ്പോൾ നമ്മുടെ സാധത്തും അതുപോലെ ഹൈബീഡിനും അവരൊക്കെ എറണാകുളത്ത് ജില്ലയിലെ MLA-മാരൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ KV തോമസ് മാഷിന്റെ ഒരു പരസ്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഈ FM റേഡിയോയിൽ വന്ന പരസ്യം. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നിട്ട് പഠിച്ചിട്ടുള്ള പഴയ കഥയുടെ ഇംഗ്ലീഷ് കഥയാണ്. അതിൽ കൊച്ചുകുട്ടി ബ്രെഡ് മുട്ടിച്ചോണ്ട് പോകുന്നതായിട്ടാണ്. ഇത് അപ്പം മുട്ടിച്ചോണ്ട് പോകുന്നു ചായക്കടയിൽ നിന്ന്. അപ്പം മുട്ടിച്ചോണ്ട് പോകുമ്പോൾ ആ കൊച്ചിനെ പിന്തുടർന്ന് കുറച്ചുപേരെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് തല്ലുമ്പോൾ മാഷും കൂട്ടരും കൂടി ഓടി വന്നിട്ട് പറയുന്നു, അയ്യോ തല്ലല്ലേ തല്ലല്ലേ തല്ലല്ലേ, ഇനി ആരും ഇവിടെ ഭക്ഷണ സാധനങ്ങൾ മോട്ടിക്കത്തില്ല, കാരണം ഭക്ഷ്യസുരക്ഷാ നിയമം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ശില്പിയായ KV തോമസ് മാഷിനെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക എന്നുള്ള പരസ്യമാണ് FM റേഡിയോയിലൊക്കെ വന്നത്. ഇങ്ങനെ ഭക്ഷ്യസുരക്ഷാ നിയമം അവതരിപ്പിച്ച KV തോമസ് മാഷ് അതിന്റെ ശില്പി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ആ ശില്പി വരുത്തിവെച്ച ഈ വിന കാരണം പടിയില്ല അരിയില്ല എന്നൊക്കെ പറഞ്ഞ് സതീശനെ പോലുള്ളവർ ഇറങ്ങിത്തിരിക്കുമ്പോ അരിയും തിന്ന് ആശാരിയും കടിച്ചിട്ട് എന്നിട്ടും തിന്നുന്നില്ല നായക്ക് മുറുമുറുപ്പ് എന്ന് ഞങ്ങളുടെ അമ്മൂമ്മ പറഞ്ഞ പോലെയായി. എല്ലാം നശിപ്പിച്ചില്ലാതാക്കിയിട്ട് നിങ്ങൾ ഒരിടത്തെങ്കിലും പ്രസംഗിച്ചു. ഞാൻ സതീശന്റെ പ്രസംഗമൊക്കെ ശ്രദ്ധിച്ചു. ഈ അരിവിഹിതം വെട്ടിക്കുറയ്ക്കുന്ന BJP ഗവൺമെന്റിനെതിരായി ഒരു അക്ഷരം ഉരിയാടിയോ? അരിയില്ലെങ്കിൽ പിണറായി നിങ്ങൾ പറഞ്ഞോ എവിടെയെങ്കിലും? പോയിന്റ് ഓഫ് ഓർഡർ ആണോ? ഈ സമയമില്ല എന്റെ സമയത്ത് പ്രസംഗിക്കരുത്. എന്റെ സമയത്ത് പ്രസംഗിക്കരുത്. എന്റെ സമയത്ത് പ്രസംഗിക്കും. പോയിന്റ് ഓഫ് ഓർഡർ ആണോ സാർ? എന്നെ തെറ്റായി ഞാൻ നടത്തിയ ജാഥയിൽ BJP ഗവൺമെന്റിനെതിരായി ഒരു പരാമർശവും നടത്തിയിട്ടില്ല അരി തരാത്തതിനെ കുറിച്ചെന്നാണ്. ഞാൻ ജാഥയിലും പറഞ്ഞു, സർവകക്ഷി യോഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്ത ഞാൻ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ ആദ്യം അരിപ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞത് 2 ലക്ഷം ടൺ അരി കേന്ദ്രത്തിൽ നിന്ന് തരേണ്ടതാണ്. നിയമപരമായി അതിന് പിൻബലമുണ്ട്. അതിന് ഞങ്ങൾ ഗവൺമെന്റിന്റെ കൂടെ ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഞങ്ങൾ സർവകക്ഷി സംഘവുമായി ഡൽഹിയിൽ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പിന്നെ ഇത് ആരിഫ് എവിടെ കേട്ട വായി തോന്നുന്ന കോളിക്ക് പാട്ടൊന്നും പറഞ്ഞു. ഈ അരിവിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിനെതിരായി ഒരു അക്ഷരം വിളിച്ചു വയ്ക്കുന്നതാണോ? എന്തായാലും ശരിയല്ല. ഇങ്ങനെ BJPക്കെതിരായി എന്നിട്ട് ബൽറാമിനെ പോലുള്ള ആളുകൾ BJPക്കെതിരായി ഫൈറ്റ് ചെയ്യാൻ BJPയുമായി സന്ധി ചെയ്യാണെന്നുള്ള രീതിയിലൊക്കെ അഭിപ്രായം പറയുക എന്ന് പറഞ്ഞാൽ മര്യാദകളല്ല സാർ. അപ്പൊ പറഞ്ഞാൽ പോരെ സാർ? ഇല്ലല്ല, ഇനി പോയിന്റ് ഓഫ് ഓർഡർ ഇല്ല. അവിടെ ഇരിക്കും. പോയിന്റ് ഓഫ് ഓർഡർ കഴിഞ്ഞു. ഇല്ലല്ല, ഇത് തമാശയല്ല. പോയിന്റ് ഓഫ് ഓർഡർ തമാശയല്ല. പറഞ്ഞോളൂ. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറയണം. ഇല്ലല്ല, അദ്ദേഹം പ്രസംഗം പൂർത്തീകരിക്കട്ടെ. അത് എഴുതി തന്നാൽ മതി. എഴുതി തന്നിട്ട് വെച്ച് വെച്ചോളാം. പൂർത്തീകരിക്കും. സാർ ഞാൻ സാധത്തിനൊന്നും പറഞ്ഞില്ല. സാധത്തൊക്കെ കേട്ട് കാണുമെന്നുള്ള പറഞ്ഞല്ലേ FM റേഡിയോയിൽ കൂടെ പൂർത്തീകരിക്കൂ. പ്ലീസ് കൺക്ലൂഡ്. സാർ ഇത് പറയുമ്പോ ഞാൻ ഇവിടെ നമ്മളിവിടെ എന്താ സ്ത്രീപീഡന കേസുകളെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെ സംഭവങ്ങളൊക്കെ ഇവിടെ പരാമർശിക്കുമ്പോ പറയട്ടെ സാർ, പറഞ്ഞോട്ടെ. അത് പറഞ്ഞു, ഞാൻ പറഞ്ഞോട്ടെ. അത് പറയരുതെന്ന് പറഞ്ഞാൽ നിലമ്പൂരിന്ന് കേൾക്കുമ്പോ ഏതാണ്ട് ശ്രീനിവാസൻ പറഞ്ഞ പോലെയാണ്. നിലമ്പൂരിനെ കുറിച്ച് അക്ഷരം പിടിപ്പോരും എന്നാണ് പറയുന്നത്. അതെന്താണ് അങ്ങനെ പറയുന്നത്? എന്തായാലും പറഞ്ഞോട്ടെ. നിലമ്പൂരിനെ കുറിച്ച് അക്ഷരം വേണ്ടിപ്പോരെന്ന് പറയരുത്. പറയട്ടെ സാർ. ഞാനതല്ല, അന്ന് ഇവർ മറന്നുപോയൊരു കാര്യം ഓർമ്മപ്പെടുത്താനാണ് പറഞ്ഞത്. രാധയുടെ സഹോദരൻ ഭാസ്കരൻ, നിങ്ങൾക്കറിയാൻ പറ്റത്തില്ല ആളെ, ഞങ്ങൾക്കറിയാം. രാധയുടെ സഹോദരൻ ഭാസ്കരൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, രാധയുടെ കൊലപാതകത്തിൽ ഉന്നതന്മാർക്ക് പങ്കുണ്ട്, CBI അന്വേഷിക്കണം എന്ന് പലവട്ടം പത്രസമ്മേളനം നടത്തി. മിണ്ടിത്തീർന്ന പണ്ട് കഴിഞ്ഞുപോയ കേസുകളുടെ CBIക്ക് വല്ല സാധ്യതയുണ്ടോ എന്ന് ചകഞ്ഞ് നോക്കി ഇലക്ഷൻ എടുക്കുമ്പോൾ CBI നാടകങ്ങളൊക്കെ നടത്തുന്ന ഇവർ എന്തുകൊണ്ടാണ് ഭാസ്കരന്റെ ആക്ഷേപത്തിൽ ആരോപണത്തിൽ മുഖ്യ രേഖാമൂലം എഴുതി തന്നിട്ടും എന്തേ കേസെടുത്ത് അപ്പോ ഉന്നതന്മാർ കുടുങ്ങുമെന്നുള്ളതുണ്ടല്ലേ സാർ? സാർ ഇങ്ങനെ
നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് ഈ ഭരണപരവുമായ ഭരണരംഗത്തേക്ക് ആരുടെയോ സ്റ്റാഫോ ബന്ധുക്കളോ മിത്രാദികളോ അവരെ ആരെയും ബന്ധപ്പെടുത്തി ഒരു ആക്ഷേപത്തിന് പോലും 9 മാസത്തിൽ ഇടവന്നില്ല. പക്ഷെ അതായിരുന്നു സാർ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവർ, ഉറ്റവർ, അതുപോലെ തന്നെ ബന്ധപ്പെട്ടവർ, അതുപോലെ തന്നെ ഗാർഡുകൾ എല്ലാം ചേർന്നല്ലേ സാർ നടത്തിയത്. അങ്ങനെ സാർ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കും സാർ. ഇത്തരത്തിൽ ഭരണ നേതൃത്വത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് ഗുണ്ടാവിളയാട്ടവും അതിക്രമങ്ങളും നടത്തി ഈ കേരളത്തെ ചുടലക്കളമാക്കി മാറ്റിയ ആളുകളാണ് ഇവിടെ നിന്ന് സാർ. ഇവരോട് ലജ്ജയാണ് സാർ എനിക്ക് തോന്നുന്നത്. കേരളം അത്തരത്തിൽ ഈ നാടിലേക്ക് അപകീർത്തികരമായ സ്ഥിതിയിലെ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരമാണ് സാർ ഞങ്ങൾ 91 പേർ ഇവിടെ വന്നിരിക്കുന്നത്. ആ വികാരം ജനവികാരം മാനിച്ച ഈ സർക്കാർ മുന്നോട്ട് പോകുമെന്നതിന്റെ പ്രഖ്യാപനമാണ് ഗവർണർ നയപ്രഖ്യാപനം. അനുകൂലിച്ച് ശ്രീ പ്രദീപ് കുമാർ നടത്തിയ നന്ദി പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നതിന്റെ വാക്കുകൾ സർവീസ്. ഓർഡർ അങ്ങ് എഴുതി തന്നാ മതി, എഴുതി തന്നാ മതി. ഇവിടെ ചർച്ച അവസാനിച്ചു. ശ്രീ അൻവർ സാറിന് എഴുതി തന്നാൽ അത് പരിശോധിച്ച് നാളെ പറയാം. ആരിഫിന്റെ അതന്നെയല്ലേ പറഞ്ഞത്, എഴുതി തന്നാൽ മതി. ദയവായി അതന്നെയല്ലേ അവകാശം നിങ്ങൾക്ക് എഴുതി തരാൻ പറഞ്ഞില്ലേ? ഇല്ല ഇപ്പൊ അവസാനിപ്പിച്ചു. ചർച്ച കഴിഞ്ഞു. ഓർഡർ